എല്ലാവർക്കും ക്ലെയിം സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 50,000 to 60,000 രൂപ വരുന്ന ഗെയിമിംഗ് ലാപ്ടോപ്സ് ഉള്ളൊരു കമ്പാരിസൺ ആണ്. സോ നമ്മൾ ഫ്ലിപ്കാർട്ട് ഇപ്പോൾ സെയിലൊക്കെ നടക്കുന്നുണ്ട്. സോ നമുക്ക് നല്ല ഓഫറിൽ ലാപ്ടോപ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ കുറേ ഒരു പ്രൊഫഷണൽ ലാപ്ടോപ്പ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രൊഫഷണൽസിന് വേണ്ടി ഉപയോഗിക്കാനൊക്കെ ആയിട്ട്. സോ ഗെയിമിംഗ് ചെയ്യാം. സോ നമുക്ക് ഈ പ്രൈസ് റേഞ്ച് വരുന്ന ലാപ്ടോപ്സ് ഒക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോ ഇട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോകുന്നത് Acer Aspire 5 കുറിച്ചാണ്. സോ ഇതൊരു ടിപ്പിക്കൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ല. സോ പ്രൊഫഷണൽസിന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ്. സോ ഗെയിം കളിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഗെയിമിംഗ് കളിക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു സ്പെക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 15.6 ഫുൾ എച്ച് ഡി IPS ഡിസ്പ്ലേ ആണ്, IPS ലെവൽ ഡിസ്പ്ലേ ആണ്. സോ TFT എന്നൊക്കെയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. സോ 45% ആണ് NTSC കളർ ഗാമറ്റ് വരുന്നത്. സോ കളർ ഗ്രേഡിങ്ങിനൊന്നും ഈ ലാപ്ടോപ്പ് പറ്റത്തില്ല. പിന്നെ നമുക്ക് i5 12 ജെൻ ആണ്, 12 ജെൻ 1240p ആണ്. സോ 12 കോർ CPU ആണ്. സോ 5600H അത്ര തന്നെ പെർഫോമൻസ് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിൽ, കാരണം ന്യൂവർ ജനറേഷൻ ആണ്. സിംഗിൾ കോറിൽ ബെറ്റർ പെർഫോമൻസ്, മൾട്ടി കോർ ഒക്കെ ഏതാണ്ട് സെയിം വരും. 8GB ആണ് വരുന്നത്, 8GB DDR4 ആണ്, 3200 MHz ആണ് വരുന്നത്, 512 GB SSD ആണ് വരുന്നത്. പിന്നെ 4GB NVIDIA RTX 2050 ആണ്, 35 വാട്ടാണ് ഇതിന്റെ TGP വരുന്നത്. നമുക്കൊരു GTX 1650 പെർഫോമൻസ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ DLSS വരുന്നതുകൊണ്ട് ഇച്ചിരി പെർഫോമൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ തെർമൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ തെർമൽ പെർഫോമൻസ് കുറവായിരിക്കും, പെട്ടെന്ന് ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്സ് പോലെ അത്ര കട്ടിയുള്ള, സോ അത്ര തിക്കല്ല ലാപ്ടോപ്പ്. തെർമൽ പെർഫോമൻസ് എന്തായാലും ഇച്ചിരി വേഴ്സ്റ്റ് ആയിരിക്കും. സോ നമ്മൾ സെക്കൻഡ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ആസ്പയറിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 57,600 റുപ്പീസ് ആണ്. ഈ പ്രൈസിൽ ഇത് വർത്താണെന്ന് വെച്ചാൽ നമുക്ക് 12 ജെൻ കിട്ടുന്നുണ്ട് ഇന്റലിന്റെ, പിന്നെ RTX 2050 കിട്ടുന്നുണ്ട്. ഇത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ഇത് നല്ലൊരു വെർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തണ്ടർബോൾട്ട് 4 വരുന്നുണ്ട്. ഇത് ഗുണമെന്ന് പറഞ്ഞാൽ തണ്ടർബോൾട്ടിന്റെ കാര്യം, നമുക്ക് ഒരു എക്സ്റ്റേണൽ GPU കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് 12 ജെന്റെ i5 കിട്ടും. നിങ്ങൾക്ക് സെക്കൻഡ് വരുമ്പോൾ HP Victus ആണ് വരുന്നത്, 52,990 അതിന്റെ പ്രൈസ് വരുന്നത്. സോ ഇത് നമുക്ക് ടിപ്പിക്കൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നത്. നമുക്ക് 15.6 ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്, 140 Hz റിഫ്രഷ് റേറ്റ്, 250 ബ്രൈറ്റ്നസ്, 45% NTSC കളർ ഗാമറ്റൊക്കെയാണ് വരുന്നത്. ഇതിന്റെ പ്രോസസർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് Ryzen 5 5600H ആണ് വരുന്നത്. പിന്നെ 8GB RAM, 512GB SSD ആണ് വരുന്നത്. 4GB NVIDIA GTX 1650 ആണ് വരുന്നത്. 50 വാട്ട് ആയിരിക്കും ഇതിന്റെ TGP വരിക. സോ ഇതിൽ പറഞ്ഞൊരു ടിപ്പിക്കൽ ലാപ്ടോപ്പ് 50,000 തൊട്ട് 55,000 ആ റേഞ്ച്, 55,000 56,000 റേഞ്ച് വരുന്ന എല്ലാ മിക്ക ലാപ്ടോപ്സും ഈ ഗ്രാഫിക്സ് കാർഡായിട്ടാണ് വരുന്നത്. ഇപ്പോഴും റെലവെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെലവെന്റ് ആണ് ഈ പ്രൈസ് റേഞ്ചിൽ. ഈ 58 മേളൊന്നും എടുക്കാണ്ടിരിക്കുക. അതിന്റെ മേളിൽ പോയ വർത്താണ്. സോ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ചേട്ടനൊക്കെ പറയാം, അതൊരു HP Victus തന്നെയാണ് വരുന്നത്. അത് 5600H തന്നെയാണ്. ഡിസ്പ്ലേ ഒക്കെ സെയിം തന്നെയാണ്, 50.6 ഫുൾ HD, 140 Hz റിഫ്രഷ് റേറ്റ്, 45% NTSC ആണ് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ NVIDIA RTX 3050 ആണ്. സോ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രീമിംഗ് റെക്കോർഡിംഗ് എല്ലാം ചെയ്തിട്ട് ഗെയിമിംഗ് അടിപൊളിയായിരിക്കും. ഇത് 75 വാട്ടാണ് TGP വരുന്നത്. സോ 60 വാട്ട് നമുക്ക് റെഗുലർ ആയിരിക്കും, 15 വാട്ട് ഡൈനാമിക് ബൂസ്റ്റ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ആയിരിക്കും ഇതിന്റെ പെർഫോമൻസ് വരിക. സോ ബാക്കിയൊക്കെ ടിപ്പിക്കൽ ലാപ്ടോപ്പ് തന്നെ പോലെ തന്നെ Ryzen 5 5700H, ഡിസ്പ്ലേ ഒക്കെ സെയിം, 8GB RAM, 512GB. ഇതിന്റെ 16GB വരുന്നുണ്ട്. ഇത് 59,990 ആണ്. 16GB വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 62,990 ആണ്. സോ നമുക്കിപ്പോ ഇതെടുത്തിട്ട് ഇൻ ഫ്യൂച്ചർ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് 60,000 റുപ്പീസിൽ. ലെനോവോ വേണമെന്നുള്ളവർക്ക് നമുക്ക് ലെനോവോ ഉണ്ട്. ലെനോവോ ഒരു 56,000 രൂപയ്ക്ക് നമുക്ക് ലെനോവോ ഉണ്ട്. ഐഡിയാപാഡ് ഗെയിമിംഗ് 3 ഉണ്ട്. ഇതും Ryzen 5 5600H ആണ് വരുന്നത്. ഇത് 15.6 IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 250 ബ്രൈറ്റ്നസ്, ആന്റി ക്ലെയർ ആണ്, 120 റിഫ്രഷ് റേറ്റ്, 40% NTSC ആണ് വരുന്നത്. ഈ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെയുള്ള ഡിസ്പ്ലേ ആണ് ഇതിലും വരുന്നത്. 8GB RAM, 512GB SSD, Windows 11, 4GB നമുക്ക് GTX 1650 ആണ് വരുന്നത്. ലെനോവോ ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലെനോവോയിലേക്ക് നമുക്ക് എക്സ്റ്റൻഡഡ് വാറന്റി കൂട്ടാനും പിന്നെ സർവീസ് സെന്റേഴ്സും HP കാര്യം ഇത് തന്നെയാണ്. സർവീസ് സെന്റേഴ്സ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും എവിടെ പോയാലും. പിന്നെ എക്സ്റ്റൻഡഡ് വാറന്റിയുടെ കാര്യത്തിൽ ലെനോവോ ഇച്ചിരി ബെറ്റർ ആണ്, നമുക്ക് അത് ആഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ 1 ഇയർ നമുക്ക് ഓൺസൈറ്റ് വാറന്റി, പിന്നെ ആക്സിഡന്റൽ പ്രൊട്ടക്ഷൻ വരുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ലെനോവോയുടെ ഒരു കൂടിയ വേരിയന്റ് കൂടി വരുന്നുണ്ട്. അത് നമുക്കൊരു 62,000 രൂപയ്ക്കാണ് വരുന്നത്. ആ ലെനോവോ ഐഡിയാപാഡ് ഗെയിമിംഗ് 3 11300H ആണ് വരുന്നത്, i5യുടെ. പിന്നെ ഡിസ്പ്ലേ സെയിം തന്നെ, 15.6 ഡിസ്പ്ലേ ഒക്കെ വരുന്നത്, 120 റിഫ്രഷ് റേറ്റ്. സോ 11300H ആണ് വരുന്നത്. സോ നമുക്ക് അവിടെ 4 കോർ 8 ത്രെഡ് വരുന്നുള്ളൂ. സോ അതൊരു പ്രശ്നമാണ്. ഫ്യൂച്ചറിൽ 4 കോർ എങ്ങനെ
ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ തന്നെ 6 കോറും 8 കോറൊക്കെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗ്രാഫിക്സ് കാർഡിന്റെ കാര്യം പറയുമ്പോൾ RTX 3050 90 വാട്ടിന്റെ TGP വരുന്നത്. ഇത് മോസ്റ്റ് പവർഫുൾ RTX 3050 ആണ് വരുന്നത്. സോ ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ബെറ്റർ കോമ്പിനേഷൻ തോന്നിയത് ഇതാണ്. നമ്മുടെ HP വിറ്റസ് ആണ് ഇതിലൂടെ കോമ്പിനേഷൻ ബെറ്റർ ആയിട്ട് തോന്നി. Ryzen 5600H RTX 3050 ഇതാണ് ഇച്ചിരി ബെറ്റർ കോമ്പിനേഷൻ. ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിലർക്ക് ഇന്റലിന്റെ പ്രോസസർ വേണമെന്നുള്ളവർക്ക് ഇതിട്ടും പോവാം. പിന്നെ വേറൊരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ MSI Bravo ആണ്. MSI Bravo 15 ആണ്. ഇതിന്റെ നമ്മുടെ നേരത്തെ ഒരു MSI Bravo ഉണ്ടായിരുന്നു. അത് 5600H RX 55 ആണ്. അതിന്റെ ന്യൂവർ ജനറേഷൻ ആണ് ഇത്. ഇവിടെ നമുക്ക് Ryzen 7 ആണ് വരുന്നത്. Ryzen 7 5800H ആണ് വരുന്നത്. പിന്നെ RX 65 ആണ്. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 15.6 ഇഞ്ചിന്റെ 150 Hz റിഫ്രഷ് റേറ്റ് 45 IPS ലെവലൊക്കെയാണ് വരുന്നത്. സോ ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്. നേരത്തെ സെയിം ഡിസ്പ്ലേ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ 4GB 512GB. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിക്സ് കാർഡാണ്. RX 65 ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 GB കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഗെയിമിങ്ങിന് മാത്രമുള്ള ഒരു ലാപ്ടോപ്പ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതെടുക്കാം. 1650 ബെറ്റർ പെർഫോമൻസ് ഒക്കെ കൂടെ കിട്ടും. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഓവറോൾ സ്ട്രീമിംഗ് റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് GTA 1650 ഉണ്ട്. പിന്നെ RTX 3050 ഉണ്ട്. നേരത്തെ ആയിരുന്നു RX 55 എന്നും പറയായിരുന്നു. സോ ബെറ്റർ ചോയ്സ് ഗെയിമർ ആണെങ്കിൽ ഗെയിമിംഗ് മാത്രമാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പോവാം. MSI Bravo 15 പോവാം. ഇത് Ryzen 7 ആണെന്നോ ഒരു ത്രോട്ടിലിങ്ങോ അല്ലെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല. ത്രോട്ടിലില്ല ബോട്ടിലിനൊക്കെ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു 16GB വേരിയന്റും കൂടി ഉണ്ട്. അത് ഇച്ചിരി കൂടി എക്സ്പെൻസീവ് ആണ്. അതിന്റെ പ്രൈസ് വരുന്നത് 63,000 rupees ആണ്. സോ ഇതായിരിക്കും ഇച്ചിരി ബെറ്റർ ചോയ്സ്. 2000 രൂപയാണ് നമുക്ക് റാമിന്റെ ഓപ്ഷൻ. നമുക്കൊരു 350 രൂപ സർവീസ് ചാർജും പിന്നെ ഇപ്പൊ 2350 രൂപ ഒക്കെ 2000 രൂപയ്ക്ക് നമുക്ക് റാമിന്റെ എല്ലാ അപ്ഡേറ്റിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് സെയിം ചാസി തന്നെയാണ്. നേരത്തെ ബ്രാവോടെ സെയിം ചാർജ് ബാക്കി ചാസി ഒക്കെ സെയിം ആണ്. എല്ലാം സെയിം ആണ്. പ്രോസറും ഗ്രാഫിക്സ് കാർഡും മാറിയെന്നേ ഉള്ളൂ. സോ ഇതാണ് എനിക്ക് ഒരു ബെസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. 60,000 റുപ്പീസ് 50,000 60,000 ബെസ്റ്റ് ലാപ്ടോപ്സ് എനിക്ക് ഇതൊക്കെയാണ് തോന്നിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫോർ ഫ്യൂച്ചർ വീഡിയോസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.